കേരളത്തിന്റെ സാമൂഹിക ഘടനയിലും സാമുദായിക ഐക്യത്തിലും രാഷ്ട്രീയ സമവാക്യങ്ങളിലും കാതലായ മാറ്റത്തിന് വഴിയൊരുക്കിയേക്കും എന്ന് നിരീക്ഷിക്കപ്പെട്ട നീക്കങ്ങളിൽ ഒന്നായിരുന്നു SNDP NSS സഖ്യം എന്നത്. എന്നാൽ ആ സഖ്യ സാധ്യതകൾ തുടക്കത്തിൽ തന്നെ പരാജയപ്പെട്ടിരിക്കുകയാണ്. SNDPയുമായി സഖ്യത്തിനില്ല എന്ന് NSS നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. നമുക്കെല്ലാം അറിയാം, ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയോ മത സാമുദായിക സംഘടനയോ ഇത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതാദ്യം പറയുക മാധ്യമങ്ങളോടായിരിക്കില്ല. അതിനു മുമ്പ് തന്നെ നേതൃതലത്തിൽ കൂടിയാലോചനകളോ അണിയർ പ്രവർത്തനങ്ങളോ തീർച്ചയായും നടന്നിട്ടുണ്ടാകും. അതിനുശേഷം മാത്രമായിരിക്കും ഇങ്ങനെയൊരു നീക്കവുമായി ഞങ്ങൾ മുന്നോട്ട് എന്ന് ഈ സമുദായ നേതാക്കൾ പറയുകയുള്ളൂ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആയിരുന്നു ഈ ഒരു സഖ്യ നീക്കത്തെക്കുറിച്ച് ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞത്. തൊട്ടു പിന്നാലെ പറഞ്ഞുറപ്പിച്ചതുപോലെ തന്നെ ആ സാധ്യതയെ സ്വാഗതം ചെയ്തു NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. അതിനുശേഷം നടന്ന ബോർഡ് യോഗത്തിൽ ആണ് ഇങ്ങനെയൊരു സഖ്യം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് NSS എത്തിപ്പെട്ടത്. എന്തായിരിക്കാം അതിന് കാരണം എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. ഐക്യനീക്കത്തിൽ നിന്ന് NSS പിന്മാറിയതിന് പിന്നാലെ വിഷയത്തിൽ SNDP നേതൃത്വത്തിന്റെ പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഐക്യത്തെ ആദ്യം സ്വാഗതം ചെയ്തുവെങ്കിലും SNDPയുടെ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന് സംശയിച്ചാണ് NSS പിന്മാറിയത് എന്നതാണ് വിവരം. NSS സമദൂര സിദ്ധാന്തം പറയുമ്പോൾ SNDP CPIMനോടും BJPയോടും അടുത്തു നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതായിരിക്കാം NSSനെ SNDP സഖ്യത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിലേക്ക് എത്തിച്ചത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ VV വിനോദ്, R കിരൺ ബാബു, ശരണ്യ സ്നേഹജൻ, ഒപ്പം ശ്രീജിത്ത് എന്നിവർ ആണ് ചേരുന്നത്. ആദ്യം വിനോദിലേക്ക്. വിനോദ്, വലിയ നീക്കം എന്ന നിലയിൽ തന്നെ പൊതുവെ നിരീക്ഷിക്കപ്പെട്ടിരുന്ന ഒന്നായിരുന്നു. പ്രത്യേകിച്ചൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന പശ്ചാത്തലം. ഏതാണ്ട് 3 മാസത്തിൽ മാത്രമാണ് ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത്. അവിടെ വെള്ളാപ്പള്ളി നടേശന്റെ തുടർച്ചയായി ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ, അതോടൊപ്പം തന്നെ ചില പരാമർശങ്ങൾ ഉണ്ടാക്കിയ വിവാദം, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെയായിരുന്നു NSSുമായുള്ള സഖ്യ സാധ്യത തുറന്നത്. അതടയുമ്പോൾ ഇപ്പോൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എന്തുകൊണ്ട് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് NSS പോയി എന്നാണ്. അഭിലാഷ്, വളരെ വിശദമായി തന്നെ വിലയിരുത്തേണ്ട ഒരു വിഷയമാണ്. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ SNDPയും NSSുമായി ഐക്യപ്പെടാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഐക്യത്തിലേക്ക് പോയി എന്ന് പറയാം. SNDP ഐക്യത്തിൻ്റെ ഒരു ആഹ്വാനം വെള്ളാപ്പള്ളിയിൽ നിന്ന് ഉണ്ടാകുന്നു. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ, പറഞ്ഞുറപ്പിച്ചതുപോലെ സുകുമാരൻ നായർ അതിന് സ്വാഗതം ചെയ്യുന്നു. തുഷാർ വെള്ളാപ്പള്ളി എത്തിയാൽ മകനെപ്പോലെയോ സഹോദരനെ പോലെയോ സ്വീകരിക്കുമെന്ന് പറയുന്നു. പക്ഷേ അവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എവിടെയാണ് ഐക്യത്തിൻ്റെ അന്തരീക്ഷമുള്ളത്? ഒന്ന് രാഷ്ട്രീയമായി പരിശോധിക്കാം. NSS പറയുന്നത് സമദൂര സിദ്ധാന്തമാണ്. അതായത് BJPയോടും CPMനോടും കോൺഗ്രസിനോടും ഒരേ ദൂരത്തിലുള്ള ഒരേ സമീപനം എടുക്കുന്ന ഒരു ലൈൻ, അല്ലെങ്കിൽ മറ്റ് പാർട്ടികളോടും അതേ തരത്തിലുള്ള സമീപനം. അവിടെ കോൺഗ്രസിന് ഇടമുണ്ട്. വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയം പരിശോധിക്കാം. കോൺഗ്രസ് മുച്ചൂടും മുടിയണം എന്നൊരു നിലയിലാണ് അദ്ദേഹത്തിൻ്റെ സമീപകാല പ്രതികരണങ്ങൾ. അത് VD സതീശനോടുള്ള എതിർപ്പ് മാത്രമല്ല, അദ്ദേഹം ഒന്നൊന്നായി കോൺഗ്രസ് നേതാക്കളെ പേരെടുത്ത് പറഞ്ഞ് തന്നെയാണ് വിമർശിക്കുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഈഴവ നേതാക്കൾ അടൂർ പ്രകാശിനെയും അതുപോലുള്ള മറ്റ് നേതാക്കളെ പോലും അദ്ദേഹം വിടുന്നില്ല. ഇപ്പോൾ വളരെ സജീവമായി നിൽക്കുന്ന നേതാക്കളെ പോലും വിമർശിക്കുന്ന തരത്തിൽ തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ നിലപാടുകൾ. കോൺഗ്രസിനെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം അടുപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം തോളിൽ കൈയിടുന്നത് CPMനോടും BJPയോടുമാണ്. CPM മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം ഓരോ വാർത്താ സമ്മേളനത്തിലും ഓരോ ബൈറ്റ് എടുക്കുന്ന സമയത്തും അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് BDJS വഴി അദ്ദേഹം BJPയിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ബന്ധം. ആ രണ്ട് സാധ്യതകൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് മുൻപിൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഗതിയേ ഇല്ല, രാഷ്ട്രീയ പ്രസ്ഥാനമേ ഇല്ല. മറിച്ച് NSSൻ്റെ സാഹചര്യം പരിശോധിക്കുമ്പോൾ കാലങ്ങളായി കോൺഗ്രസിനൊപ്പം നിന്ന ഒരു ചരിത്രമുള്ള സാമുദായിക സംഘടനയാണ് NSS. എപ്പോഴെല്ലാം കോൺഗ്രസ് നേതൃത്വത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം NSSന് പ്രാമുഖ്യം ലഭിച്ചിട്ടുണ്ട്. മന്ത്രിമാരെ നിർണ്ണയിക്കുന്നതിൽ പോലും ഒരു നിർണായക ശക്തിയായി മാറാൻ, ഭരണത്തിൽ ഇടപെടാൻ NSSന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ചരിത്രം പേർന്ന സമുദായ സംഘടനയാണ് NSS. അങ്ങനെ രാഷ്ട്രീയമായി പരിശോധിച്ചാൽ
ഒരു തരത്തിലും ചേരുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെ അല്ല NSSും SNDPയും സഞ്ചരിക്കുന്നത്. ആകെയുള്ളത് ഇടത് സർക്കാരുമായി ബന്ധപ്പെട്ട് SNDPക്ക് അതിനൊരു ആഭിമുഖ്യമുണ്ട്. NSSൻ്റെ ഈ വിദ്യാലയങ്ങളിലെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് നായർ വിഭാഗത്തിൽ നിന്നാണ്. ഈ ഒരു കാര്യം മാത്രമാണ് അതിനകത്ത് ഏതെങ്കിലും ഒരു അനുകൂലമായ തീരുമാനം NSS സർക്കാരിനോട് എടുക്കുന്നതിന് വേണ്ടി ഉള്ളത്. അതേസമയം മറുവശത്ത് നോക്കൂ, ഇതിൻ്റെ ഒരു അപകടം SNDP NSSനോട് ഐക്യപ്പെടാൻ ആവശ്യപ്പെടുന്നു. അവിടെ പറയുന്ന ആവശ്യം ഹിന്ദു ഐക്യമെന്നൊരു കാര്യമാണ്. അവിടെയാണ് ഈ മൂന്നാമത്തെ സർക്കാരിന് വേണ്ടി SNDP അതിശക്തമായി നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യത തുറന്നു വന്നാൽ, ഇടത് സർക്കാർ വീണ്ടും വന്നാൽ, മൂന്നാമതൊരു പിണറായി സർക്കാർ വന്നാൽ SNDP ക്ലെയിം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ അവകാശപ്പെടാൻ പോകുന്നത് NSSനെ ഒപ്പം കൂട്ടി ഇടതുപക്ഷത്തിന് വീണ്ടും ഒരു അവസരം SNDP ഉണ്ടാക്കി അല്ലെങ്കിൽ താൻ ഉണ്ടാക്കി എന്നൊരു അവകാശവാദമായിരിക്കും. അങ്ങനെയെങ്കിൽ SNDPയുടെ നിഴലായി NSS മാറുന്ന ഒരു സാഹചര്യമുണ്ടാകും. സൈഡ് ലൈൻ ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വെള്ളാപ്പള്ളി കൃത്യമായി അങ്ങനെ തന്നെ അവകാശപ്പെടും. അല്ലെങ്കിൽ BJPക്ക് ഒരു 3, 4 അല്ലെങ്കിൽ 5 സീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായാൽ വിശാല ഹിന്ദു ഐക്യമെന്ന കാര്യം സാധിച്ച് മുസ്ലിം ലീഗിനെ ഒന്നാകെ എതിർത്തുകൊണ്ട് ഹിന്ദു ഐക്യം സാധിച്ചത് വഴി BJPക്ക് നേട്ടമുണ്ടായി എന്ന കാര്യം ക്ലെയിം ചെയ്യുന്നതും ഇതേ വെള്ളാപ്പള്ളിയായിരിക്കും, ഇതേ SNDP യോഗത്തിൻ്റെ നേതൃത്വമായിരിക്കും. അവിടെയും SNDPക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടനയായി, ഓരം പറ്റി നിൽക്കുന്ന ഒരു സംഘടനയായി NSS മാറും. ഇങ്ങനെ ഒരു അപകടകരമായ സ്ഥിതി. മറുവശത്ത് UDF അധികാരത്തിൽ വന്നാൽ അവിടെ ലഭിക്കാൻ പോകുന്ന പ്രാധാന്യം അത് ഈ ഒരു ഐക്യത്തിലൂടെ ഇല്ലാതാകുന്ന സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു അപകടം തിരിച്ചറിഞ്ഞാവണം, അല്ലെങ്കിൽ വ്യക്തിപരമായി താൻ എടുത്ത പെട്ടെന്ന് ഒരു വൈകാരികമായി താൻ കൈക്കൊണ്ട നിലപാടിൽ നിന്ന് നേതൃത്വവുമായി സംസാരിച്ച് മറ്റ് നേതാക്കളുമായി ആശയവിനിമയം നടത്തി സുകുമാരൻ നായർ ഇതിൽ നിന്ന് പിന്നാക്കം പോയത് ഒരുപക്ഷെ ഈ ഐക്യവുമായി മുന്നോട്ട് പോയെങ്കിൽ വളരെ വലിയ വില NSS നൽകേണ്ടി വരുമെന്ന് കരുതുന്ന NSSൻ്റെ നേതൃത്വത്തിലുള്ള നിരവധി ആളുകളുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇത്രയും വിടരും മുൻപേ കൊഴിഞ്ഞ NSS SNDP ഐക്യം ഇതിനു മുൻപുണ്ടായിട്ടില്ല. മന്നത്ത് പത്മനാഭനും R ശങ്കറും ചേർന്നുണ്ടാക്കിയ ഹിന്ദു മഹാമണ്ഡലം എന്ന ഒരു സംവിധാനം, അതിൻ്റെ ദീർഘനാളത്തെ ഒരു യാത്രയുണ്ടായിരുന്നു. അവർ ആദ്യ ദേവസ്വം ബോർഡിൽ ഭരണസമിതിയിൽ അംഗങ്ങളായി എത്തുന്നു. സർസിപ്പിയുടെ ആവശ്യപ്രകാരം സ്വതന്ത്ര തിരുവിതാംകൂറിനെ അനുകൂലിച്ചുകൊണ്ട് ഇരുവരും പ്രസ്താവന നടത്തുന്നു. അങ്ങനെ ഒരു ഐക്യമുണ്ടാകുന്നു. പിന്നീട് നാരായണ പണിക്കരും വെള്ളാപ്പള്ളിയും ചേർന്നുള്ള NSS SNDP ഐക്യം വരുന്നു. അതും ദീർഘകാലം സഞ്ചരിച്ച ശേഷമാണ് തകരുന്നത്. മാത്രമല്ല അവിടെ രാമലക്ഷ്മണന്മാരെ പോലെ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന വെള്ളാപ്പള്ളിയുടെ പ്രഖ്യാപനം, അതാണ് പിന്നീട് തകർന്നു വീണത്. ഇപ്പോൾ ഇതാ ഈ ഐക്യമുണ്ടായി 8 ദിവസം കഴിഞ്ഞ് 9ാം നാൾ ഈ ഐക്യമില്ലാതായിരിക്കുന്നു. നേരത്തെ പറഞ്ഞത് ഒരു രാഷ്ട്രീയ സാഹചര്യമാണെങ്കിൽ ഇനി സാമുദായികമായ ഒരു അന്തരീക്ഷം കൂടി നമുക്ക് പരിശോധിക്കാം. അവിടെ സുപ്രീം കോടതിയിലടക്കം കേസ് നടക്കുന്നത് സംവരണ വിഷയത്തിലാണ്. സാമ്പത്തിക സംവരണമാണ് NSS ആവശ്യപ്പെടുന്നത്. അതേസമയം സാമുദായിക സംവരണമാണ് SNDPയുടെ ആവശ്യം. ഇതൊരു അടിസ്ഥാന പ്രശ്നമായി തന്നെ അവശേഷിക്കുന്നുണ്ട്. ഇപ്പോഴും സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. അങ്ങനെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളിലോ ഈ സംവരണ വിഷയത്തിലോ ഒരു തരത്തിലും ഐക്യപ്പെടാനുള്ള ഒരു അന്തരീക്ഷവും ഇല്ലാതെയാണ് ഈ ഐക്യാഹ്വാനത്തിലേക്ക് ഈ 2 നേതാക്കളും പോയത്. മാത്രമല്ല, ഇങ്ങനെ ഒരു ഐക്യത്തിലേക്ക് പോകണമെങ്കിൽ അതിനു മുൻപ് കുറേ കാര്യങ്ങളിലെങ്കിലും ധാരണയാകണം. ഏതൊക്കെ കാര്യങ്ങളിലാണ് ചേർന്ന് പ്രവർത്തിക്കാൻ പോകുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കും ഈ സംഘടനകൾ സഹകരിക്കുക, രാഷ്ട്രീയമായി എന്ത് നിലപാടുകൾ സ്വീകരിക്കും, സ്വതന്ത്ര നിലപാടുകളാണെങ്കിൽ ഇതെല്ലാം തന്നെ അണികളെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ, അണികൾക്ക് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഒരു രേഖ ആ തരത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് വേണമായിരുന്നു ഈ സംഘടനകൾ മുന്നോട്ട് പോകേണ്ടിയിരുന്നത്. അപ്പോഴും നമ്മൾ പറയുന്നു, അടിസ്ഥാനപരമായി ഈഴ വിഭാഗത്തിലോ നായർ വിഭാഗത്തിലോ ഉള്ള ജനങ്ങൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. അവരുടെ മാനസികമായ ഐക്യത്തിന് നമ്മൾ ഈ നാട്ടിലൊക്കെ ഇറങ്ങി വാർത്ത റിപ്പോർട്ട് ചെയ്യാനും സമൂഹത്തിൽ സഞ്ചരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതാണ്. അവിടെ ഒന്നും തന്നെ ഈ വിഭാഗത്തിലെ സാധാരണ ജനങ്ങൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. നേതാക്കൾ ഇങ്ങനെ ഐക്യം പറയുന്നു, അത് അവർ തന്നെ തല്ലിക്കെടുത്തുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.